ന്യൂസ് 16 കേരള. വെടിനിർത്തൽ അവസാനിച്ചു. ഗസയിലേക്കുള്ള എല്ലാ സഹായങ്ങളുടെയും വിതരണങ്ങളുടെയും പ്രവേശനം തടഞ്ഞ് ഇസ്രയേൽ. വെടിനിർത്തൽ അവസാനിച്ചതോടെ ഗാസ മുനമ്പിലേക്കുള്ള എല്ലാ സാധനങ്ങളുടെയും വിതരണങ്ങളുടെയും പ്രവേശനം നിർത്തിവെക്കുന്നതായി ഇസ്രയേൽ ഞായറാഴ്ച അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ലെങ്കിലും വെടിനിർത്തൽ നീട്ടാനുള്ള കാര്യം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. സഹായ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചോ എന്ന് ഉടൻ വ്യക്തമല്ല. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ശനിയാഴ്ച അവസാനിച്ചു. ഇസ്രയേലിന്റെ പിൻവാങ്ങലിനും ശാശ്വതമായ വെടിനിർത്തലിനും പകരമായി ഹമാസ് ശേഷിക്കുന്ന ഡസൻ കണക്കിന് ബന്ദികളെ മോചിപ്പിക്കേണ്ട രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഇരുപക്ഷവും ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല. വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും തുടരെ ഇസ്രയേൽ അത് ലംഘിച്ചതാണ് മറ്റൊരു കരാറിലേക്ക് പോകാത്തത് എന്നാണ് സൂചന. റമദാൻ, പെസഹ വരെ അല്ലെങ്കിൽ ഏപ്രിൽ 20 വരെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം നീട്ടാനുള്ള നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നതായി ഇസ്രയേൽ ഞായറാഴ്ച നേരത്തെ പറഞ്ഞിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിൻകോഫിൽ നിന്നാണ് ഈ നിർദ്ദേശം വന്നതെന്ന് ഇസ്രയേൽ പറഞ്ഞു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.